ഭരണഘടനയെ മറന്നു പ്രവർത്തിക്കുന്നവർക്ക് ഒരു താക്കീത്. AIYF യുവസംഗമം സംഘടിപ്പിച്ചു. പുല്ലുവഴി PKV സ്മാരക മന്ദിരം വേദിയായി. പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് വിനു നാരായണൻ നേതൃത്വം നൽകി. ഭരണഘടനയെ സംരക്ഷിക്കാം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് AIYF യുവസംഗമം സംഘടിപ്പിച്ചത്. പുല്ലുവഴി PKV സ്മാരക മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി യുവതി യുവാക്കൾ പങ്കെടുത്തു. പെരുമ്പാവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ. CPI സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ MLAയുമായ ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ സന്ദർഭം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുമ്പോൾ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ഭാരതമാണോ നമ്മുടെ മുമ്പിലുള്ളത്? നമ്മുടെ രാജ്യം ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യമാണ്. നമ്മുടെ രാജ്യം ലോകത്തുള്ള മറ്റ് ജനാധിപത്യ രാജ്യങ്ങളിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി നിൽക്കുന്ന ഉന്നതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാജ്യമെന്ന് ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്ന ഒരു രാജ്യമായിരിക്കും ഇന്ത്യ. എന്നാൽ ആ ജനാധിപത്യത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. AIYF പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് വിനു നാരായണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ CPI പെരുമ്പാവൂർ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് ചന്ദ്, ജില്ലാ കൗൺസിൽ അംഗങ്ങളായ KP റെജിമോൻ, രാജേഷ് കാവുങ്കൽ, CV ശശി തുടങ്ങിയവർ സംസാരിച്ചു. കടന്നു വന്നപ്പോഴേ അദ്ദേഹം ഒരു ഭാരതാംബയുമായിട്ടാണ് കടന്നു വന്നിട്ടുള്ളത്. ഭാരതാംബയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്തുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഭാരതാംബ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ഭാരതാംബയോട് നമുക്ക് ബഹുമാനമാണ്. ഭാരതാംബ ഒരു അമ്പലത്തിനകത്ത് ദേവാലയത്തിൽ കുടികൊണ്ടാൽ നമ്മൾ തൊഴുകൈയോടുകൂടി നിൽക്കും. നമ്മുടെ ഭവനങ്ങളിൽ അത് കുടികൊണ്ടാൽ നമ്മൾ തൊഴുകൈയോടുകൂടി നിൽക്കും. മറ്റ് ജനാധിപത്യ സഭകളിൽ ഉദ്ഘാടനത്തിന് വേണ്ടി ഭാരതാംബയെ പോലെയുള്ള കാവിൽ കൂടി പിടിച്ച പ്രതിബന്ധത്തെ കൊണ്ടുവച്ചാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യപരമായി അംഗീകരിക്കാൻ കഴിയില്ല. നാളെ ഒരു ക്രിസ്ത്യൻ സഹോദരൻ ഈ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഗവർണറായി വന്നു കഴിഞ്ഞാൽ യേശുദേവന്റെ പണം വെച്ചുകൊണ്ട് വെടിയിൽ കെട്ടിച്ച് അതിന് മുന്നിൽ വണങ്ങിയിട്ട് ജനാധിപത്യ സഭയുടെ ഉദ്ഘാടനം നടത്തോ, ജനാധിപത്യ സഭയുടെ മീറ്റിംഗിൽ ഉദ്ഘാടനം നടത്തോ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ PK രാജീവൻ, C മനോജ്, PS ജയൻ, സജി P പോൾ, KP അജയൻ, സിജി സാജു, ബിനു P ജോൺ, AIYF മണ്ഡലം കമ്മിറ്റി അംഗം മധു തുടങ്ങിയവർ പങ്കെടുത്തു. AISF പെരുമ്പാവൂർ മണ്ഡലം പ്രസിഡന്റ് ദൃശ്യ MD സ്വാതന്ത്ര്യദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും സംരക്ഷിക്കുവാൻ AIYF ഇതുപോലുള്ള നിരവധി പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് യുവ സംഗമത്തിന് നേതൃത്വം നൽകിയ വിനു നാരായണൻ അഭിപ്രായപ്പെട്ടു. ഭരണഘടനയെ സംരക്ഷിക്കാം, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AIYF കേരളത്തിലൊട്ട് എമ്പാടുമുള്ള എല്ലാ മണ്ഡലങ്ങളിലും യുവസംഗമം എന്ന പരിപാടി നടത്തുകയാണ്. ഇന്നത്തെ സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഫാസിസത്തിനും വിഘടനവാദത്തിനും വർഗീയതയ്ക്കുമെതിരെയാണ് യുവസംഗമം എന്ന പരിപാടി AIYF ഇന്ന് എല്ലാ മണ്ഡലങ്ങളും നടത്തി വരുന്നത്. ഇന്നത്തെ ഈ പരിപാടി നമ്മുടെ പുല്ലുവഴി ലോക്കൽ കമ്മിറ്റിയിൽ വെച്ച് PKV സ്മാരകത്തിൽ വെച്ചാണ് നടന്നത്. 79ാം സ്വാതന്ത്ര്യദിനത്തിൽ നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുക, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് AIYFൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും യുവസംഗമം എന്ന പരിപാടി നടന്നു വരികയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായ ഭരണഘടനയെ അട്ടിമറിക്കാനുള്ള BJP സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ AIYF സന്ധിയില്ലാത്ത പോരാട്ടങ്ങളിലാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.